ലോക സമ്പദ് വ്യവസ്ഥ പതിയാണ് വളരുന്നത്. അതിൽ മാറ്റമുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ അവസരം 2024 2.8% ലോക സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെങ്കിൽ 25 ആയപ്പോൾ അത് 2.6% കുറഞ്ഞു. അടുത്ത വർഷം 2.5% കുറയും. ഇതാണ് ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ടിലെ ലോക സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് പറയുന്നത്. എന്നാൽ വളർച്ചയിൽ ഈ വലിയ ചെറിയ കുറവുണ്ടെങ്കിലും ലോകത്തിന്റെ സാമ്പത്തിക സ്ഥിതി വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കും. 15 വർഷം കൂടി കഴിഞ്ഞ് 2040 ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെ കുറിച്ചാണ് പ്രാഥമികമായ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും കൂടി GDP എന്ന് പറയുന്നത് 117 ട്രില്യനാണ്. എന്നാൽ 15 വർഷം കഴിഞ്ഞ് 2040 ആകുമ്പോൾ അത് 227 ട്രില്യൻ ആവും. ഏതാണ്ട് ഇരട്ടിയാവും. എന്നാൽ ഇപ്പോൾ വിഭജിച്ചിരിക്കുന്നത് പോലെ ആവില്ല ആ സ്വത്തിന്റെ വിഭജന രീതി. അതിന് മുൻപന്തിയിലേക്ക് ഇന്ത്യയുടെ ഒരു കടന്നുവരവുണ്ട്. 2080 ഇന്ത്യ ലോകത്തെ നമ്പർ 1 ആകുമെങ്കിലും അതിന് മുൻപ് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ കടന്നു പോവേണ്ടതുണ്ട്. ഏതാണ്ട് 2075 ആകുമ്പോഴേക്കും തന്നെ ഇന്ത്യയും അമേരിക്കയും ചൈനയും ഏതാണ്ട് തുല്യ ശക്തികളാവും. 2077 കണക്കനുസരിച്ച് 57 ട്രില്യൺ അമേരിക്കൻ ഡോളർ GDPയോടുകൂടി ചൈന ഒന്നാമതെത്തും. 52.5 ട്രില്യനോടുകൂടി അമേരിക്ക രണ്ടാമതും 51.5 ട്രില്യനോടുകൂടി ഇന്ത്യ മൂന്നാമതുമാവും. അതായത് 2075 ആകുമ്പോഴേക്കും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യത്യാസം കേവലം 1 ട്രില്യനിൽ ഒതുങ്ങും. 52.5 51.5 അവിടെ നിന്ന് 75 മുതൽ 80 വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യയുടെ കുതിപ്പ്. ഇന്ത്യ 3-ാം സ്ഥാനത്ത് നിന്ന് 2-ാം സ്ഥാനവും കടന്ന് 1-ാം സ്ഥാനത്തെത്തും. അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത നൂറ്റാണ്ട് പിറക്കുമ്പോൾ ചൈനയുടെ GDPയേക്കാൾ 90% അധികമായി ഇന്ത്യയുടെ GDP മാറും എന്നാണ് CBRന്റെ റിപ്പോർട്ടിൽ പറയുന്നത്.